ഹോണ്ടയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് നിങ്ങൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹോണ്ടയുടെ 3rd ജനറേഷൻ ഹോണ്ട അമേസ്. ഹോണ്ട അമേസിൻ്റെ ഫ്രണ്ട് എൻഡ് കാണുമ്പോൾ പെട്ടെന്ന് എലവേറ്റ് ആണോ എന്ന് വിചാരിക്കും. പക്ഷേ ആക്ച്വലി എലവേറ്റിൻ്റെ ഫ്രണ്ട് ഫേസ് മാത്രമല്ല, എലവേറ്റിൻ്റെ ഫ്രണ്ട് ഡിസൈൻ മാത്രമല്ലാതെ ഈ ഹെഡ്ലൈറ്റ് കണ്ടില്ലേ, ഇതും ആക്ച്വലി എലവേറ്റിൽ വരുന്ന ന്യൂ ജെൻ ഹെഡ് ലാംപ്സ് ആണ് ഹോണ്ടയുടെ. അത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് ബെറ്റർ വിസിബിലിറ്റിയും ബെറ്റർ ലൈറ്റ് ത്രോയാണ് കിട്ടുന്നത് കേട്ടോ ഈ ഒരു പർട്ടിക്കുലർ ഹെഡ് ലാമ്പ്. പിന്നെ എലവേറ്റിൻ്റെ ഫ്രണ്ട് ഫേസ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു റോഡ് പ്രസൻസ് കിട്ടുന്ന രീതിക്കുള്ള ഒരു ഡിസൈനാണ്. വലിയൊരു ബ്ലാക്ക് ഗ്രില്ലും അതിന് ചുറ്റും ഒരു ക്രോം എലമെൻറ്റുമായിട്ട്. സോ ആക്ച്വലി ഒരു ഇമ്പോസിംഗ് ആയിട്ടുള്ളൊരു ഭയങ്കര എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള അലോയ് വീൽസും 15 ഇഞ്ച് അലോയ് വീൽസാണ് ഇവിടെ വരുന്നത്. സോ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അലോയ് വീൽസാണ് വരുന്നത് സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ ഓവറോൾ ഒരു 3 ബോക്സ് ഡിസൈനാണ് പുതിയ ഹോണ്ട അമേസിന് വരുന്നത്. ഫസ്റ്റ് ജെന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ഇൻട്രൊഡക്ടറി പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് 7.99 lakh. 3 ട്രിംസിലാണ് അവൈലബിൾ കേട്ടോ. പുതിയ അമേസിൻ്റെ എഞ്ചിനിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. നമുക്ക് 1.2 ലിറ്റർ IV-Tech പെട്രോൾ തന്നെയാണ് വരുന്നത്, 4 സിലിണ്ടർ പെട്രോൾ. ഇതിൽ വരുന്നത് 90 PS പവറും 110 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും. ഇതിൽ CVT ഗിയർ ബോക്സും അവൈലബിൾ ആണ്, 5 സ്പീഡ് മാനുവലും അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റിംഗ് പട്ടൻ എന്നറിയോ, CVT-ക്കാണ് മാനുവലിനേക്കാളും കൂടുതൽ മൈലേജ് വരുന്നത്. വേറൊരു കാര്യം, CVT-യിൽ പാഡിൽ ഷിഫ്റ്റേഴ്സോട് കൂടിയിട്ട് വരുന്നുണ്ട്. സോ ഇതാണ് 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ പുതിയ അമേസിൽ. സോ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 15 ഇഞ്ച് ആയിട്ടുള്ള സ്റ്റൈലിഷ് അലോയ് വീൽസാണ് വരുന്നത്, 165 സെക്ഷൻ ടയേഴ്സോട് കൂടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് അതുപോലെ തന്നെ താഴെ ഈ പ്ലേറ്റിംഗ് വരുന്നത്, ഇതൊക്കെ അമേസിൻ്റെ നെയിം പ്ലേറ്റ് വരുന്ന സൈഡ് ക്രോമൊക്കെ ആക്ച്വലി അഡീഷണൽ ആക്സസറീസ് ആണ്, ഹോണ്ടയുടെ ആക്സസറീസ് ആണ്. പക്ഷേ ഓവറോൾ കാണാനായിട്ട് ഒരു 3 ബോക്സ് ഡിസൈനാണ്, വളരെ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ഡോർ ഓപ്പണിംഗ് നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്കിത് ഇത്രത്തോളം ഡോർ ഓപ്പണിംഗ് വരും. ആൻഡ് വളരെ പ്രീമിയം ആയിട്ടുണ്ട് കാണാനായിട്ട്. ഒരു ചെറിയൊരു സ്മോൾ സെഗ്മെൻറ്റ് എൻട്രി സെഗ്മെൻറ്റ് ഒരു സെഡാൻ എന്നുള്ള രീതിക്ക് നോക്കുമ്പോൾ അടിപൊളിയാണ്. 2470 മില്ലിമീറ്റർ സംതിങ് ക്ലോസ് ടു 2500 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. 172 മില്ലിമീറ്റേഴ്സ് ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നേരത്തെ 170 മില്ലിമീറ്റേഴ്സ് ആയിരുന്നു, അതിപ്പോൾ 172 ആയി മാറിയിരിക്കുകയാണ്. ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഫ്രണ്ടിൽ ഹോണ്ട എലവേറ്റും റിയറിൽ ഹോണ്ട സിറ്റി എന്നുള്ളത്. അത് ആക്ച്വലി സത്യമാണ്. പുറകിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ ഹോണ്ട സിറ്റിയുടെ ഒരു ഡിസൈനാണ്. അതേ സെയിം ടെയിൽ ലൈറ്റ്സ്, IV-Tech ബാഡ്ജിങ്, ഹോണ്ട ബാഡ്ജിങ് ഒക്കെ ആയിട്ട് ഇത് ആക്ച്വലി ഒരു അഡീഷണൽ ആക്സസറിയാണ് കേട്ടോ ഈ ഒരു സ്പോയിലർ സെറ്റപ്പ്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, റിയർ ക്യാമറ വരുന്നുണ്ട്, ഷാർക്ക് ഫിൻ ആൻറ്റന വരുന്നുണ്ട്, മുകളിൽ ഡീഫോക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു അടിപൊളി സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ബൂട്ട് സ്പേസാണ് വരുന്നത് കേട്ടോ. 416 ലിറ്റർ ബൂട്ട് സ്പേസാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടാണ്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിയർ പ്രൊഫൈൽ വരുന്നത്. സോ ഹോണ്ട എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴയ അമേസിനെ എടുത്തിട്ട് ഒരുപാട് ട്വീക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്റീരിയർ സ്പേസ് ബെറ്റർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നീ റൂം ആയിക്കോട്ടെ, ഷോൾഡർ റൂം ആയിക്കോട്ടെ, ബൂട്ട് സ്പേസ് ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓവറോൾ പുതിയ അമേസിൽ കയറി ഇരിക്കുമ്പോൾ ഇന്റീരിയേഴ്സ് ഡയറക്ട്ലി ടേക്കൺ ഫ്രം ഹോണ്ട എലവേറ്റ് എന്ന് തന്നെ പറയണം. അതായത് ഒരു ന്യൂ ജെൻ ഹോണ്ട കാസിന്റെ ഇന്റീരിയേഴ്സ് ഇനി അങ്ങോട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് അല്ലെങ്കിൽ മോസ്റ്റ് അഫോർഡബിൾ കാർ ആണ് ഇത് ഇന്ത്യയിൽ കിട്ടുന്നത്, അഡാസ് ഫീച്ചേഴ്സോട് കൂടിയിട്ട്. ടോപ്പ് എൻഡിൽ അഡാസ് ഫീച്ചേഴ്സ്, ഹോണ്ട സെൻസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ ഇതിൽ മാത്രമേ വരുന്നുള്ളൂ. സോ ഈ ഒരു പാക്കേജ് വെച്ച് നോക്കുമ്പോൾ, ഇന്റീരിയറിന്റെ സ്പേസ് വെച്ച് നോക്കുമ്പോൾ 8 ഇഞ്ചിന്റെ ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത്. ഇത് ആക്ച്വലി സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. ബേസ് വേരിയന്റ് തൊട്ടിട്ട് ഇത് അവൈലബിൾ ആണ്. വളരെ നല്ലൊരു പോയിന്റ് ആണ് എന്നെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ ആംബിയന്റ് ലൈറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോറേജ് കമ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. കുറച്ച് സ്പേഷ്യസ് ആയിട്ട് തോന്നും. ചെറിയൊരു കാർ ആണെങ്കിൽ പോലും നമുക്ക് ഒരു എയറിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഉള്ളിലത്തെ ആ ഒരു ഫീല് അത് തന്നെയാണ് വലിയൊരു സംഭവം. പിന്നെ നമുക്ക് സ്പീഡോമീറ്റർ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 7 ഇഞ്ചിന്റെ ഫുൾ കളർ സെയിം ലൈക്ക് എലവേറ്റ് അതുപോലെ തന്നെ വരുന്ന ഒരു എന്താ പറയുക സ്പീഡോമീറ്റർ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. സോ അത് നീറ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രോൾസും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിന്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. സോ ഓവറോൾ ഒരു ഹോണ്ട ക്വാളിറ്റി എല്ലാവരുടെയും കാണാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു ചീപ്പ് പ്ലാസ്റ്റിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു എൻട്രി ലെവൽ ഫാമിലി സെഡാനിൽ ഇത് ആക്ച്വലി അൺഅവോയ്ഡബിൾ ആണ്, ചെറിയ ഏരിയയിൽ മാത്രം. പക്ഷേ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ നമുക്കൊരു ഡുവൽ ടോൺ ഡാഷ്ബോർഡാണ് വരുന്നത്. ആംബിയന്റ് ലൈറ്റിംഗ്, ഒരു ക്രോം ലൈനിങ്, ബ്ലാക്ക് ബീച്ച് ക്രോം അങ്ങനെ പറഞ്ഞിട്ട് ഒരു മിക്സ്
മിക്സഡ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ ആണ് കേട്ടോ. ഇതാണ് എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ്. അതായത് 5 സ്പീഡ് ഹോണ്ടയുടെ ഈ ഒരു ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി നാച്ചുറലി ആസ്പിറേറ്റഡ് ആയത് കാരണം റെഡ് ലൈൻ ഒക്കെ ഓടിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് വീക്ക് നമ്മൾ ഇതിന്റെ ഡ്രൈവ് ചെയ്യുന്നതാണ്. വയർലെസ് ചാർജിങ് പാഡ്, 2 USB പോർട്ട്, ഇവിടെ ഒരു 12 വോൾട്ടിന്റെ സോക്കറ്റോട് കൂടിയിട്ട് അടിപൊളി സെറ്റപ്പ് ആണ്. ആക്ച്വലി ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിളും കൂടിയാണ് കേട്ടോ. സോ പ്രിറ്റി മച്ച് ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ ഫാമിലി സെഡാൻ ആണ് എന്ന് തന്നെ പറയണം. സോ പുറകിലത്തെ സീറ്റിന്റെ ഒരു ലേഔട്ട് വെച്ച് നോക്കുമ്പോൾ 3 പേർക്ക് കുറച്ച് ടൈറ്റാണ് ഇരിക്കാനായിട്ട്, പക്ഷേ 2 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് ആയിട്ട്. പുറകിൽ പുതിയതായിട്ട് AC വെൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ AC വെൻസ് ഞാൻ ഹോണ്ട എലവേറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ചീപ്പ് പ്ലാസ്റ്റിക്സ് നമുക്ക് ഇവിടെ നോട്ടീസ് ചെയ്യാൻ പറ്റും. ഡോർ പാഡിൽ വരുന്ന പ്ലാസ്റ്റിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ വരുന്ന പ്ലാസ്റ്റിക്സ് കുറച്ചൊരു ബേസിക് ലെവൽ പ്ലാസ്റ്റിക്സ് ആണ് എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ നോ കംപ്ലൈൻറ്റ്സ്. എന്തുകൊണ്ടെന്നറിയോ, ഈ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന ഒരു സെഡാൻ ആയത് കാരണം അത് നമുക്ക് കോസ്റ്റ് കട്ടിങ് എവിഡന്റ് ആയിട്ട് ചില ഭാഗങ്ങളിൽ കാണാൻ പറ്റും. പക്ഷേ സീറ്റ്സ് അടിപൊളിയാണ് കേട്ടോ. സീറ്റ്സിന്റെ ഇത് ഈ ഒരു ബീച്ച് കളർ ചെറിയൊരു അഴുക്കാവുന്നുള്ളൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സീറ്റ്സ് ഒക്കെ കംഫർട്ടബിൾ ആണ്. ഇവിടെ നമുക്ക് പുതിയതായിട്ട് AC വെൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, എയർ പ്യൂരിഫയറും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പവർ സോക്കറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ റിയർ പാസഞ്ചേഴ്സിന്. സോ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ലെഗ് റൂമാണ്, ഡീസെൻ്റ് ആയിട്ടുള്ള ലെഗ് റൂമും അടിപൊളി ഹെഡ് റൂമും ആണ് വരുന്നത്. കാരണം ഞാൻ ഇതൊരു സ്ലോപ്പിംഗ് റൂഫ് ലൈൻ ആയിട്ട് പോലും ഞാൻ ഇരിക്കുമ്പോൾ 6 ഫീറ്റാണ് എൻ്റെ ഹൈറ്റ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡീസെൻറ്റ് ഹെഡ് റൂം ഉണ്ട് എന്ന് തന്നെ പറയണം. സോ അമേസിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഫസ്റ്റ് തിങ് ഇതിൻ്റെ പ്രൈസ്, സെക്കൻഡ് തിങ് ലോഡഡ് വിത്ത് ഫീച്ചേഴ്സ്. ഈ പ്രൈസിന് കിട്ടുന്ന ഫീച്ചേഴ്സ്, അതായത് മോസ്റ്റ് അഫോർഡബിൾ കാറാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡാസോട് കൂടിയിട്ട് വരുന്ന നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ മോസ്റ്റ് അഫോർഡബിൾ കാർ ഹോണ്ടയുടെ അമേസ് ആണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഹോണ്ടയ്ക്ക്. കാരണം ഹോണ്ട എലവേറ്റും അമേസും ആണ് പില്ലേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമുക്ക് ഹോണ്ട ഇന്ത്യയുടെ. സോ അതുകൊണ്ട് തന്നെ അവർ ബെസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ഫീച്ചേഴ്സ്, ഇൻ ടേംസ് ഓഫ് സേഫ്റ്റി. അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഹോണ്ട സെൻസിങ്ങിൻ്റെ അണ്ടറിൽ. സോ അത് ടോപ്പ് വേരിയൻറ്റിലാണ് വരുന്നത്. പക്ഷേ അതല്ലാതെ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട് വി ട്രിം തൊട്ടിട്ട് വരുന്ന ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്, അത് അടിപൊളി ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ABS വിത്ത് EBD, ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം ബേസ് വേരിയൻറ്റ് വരുന്നുണ്ട്. സോ അതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഹോണ്ടയുടെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻസ് ഫൺ ടു ഡ്രൈവ് ആയിരിക്കും. നമ്മൾ നെക്സ്റ്റ് വീക്ക് ഡ്രൈവ് ചെയ്യും. പക്ഷേ അതല്ലാതെ നോക്കി കഴിഞ്ഞാൽ വെച്ചാൽ ഒരു ഡീസൻറ്റ് സ്പേസും, ഒരു അടിപൊളി ബൂട്ട് സ്പേസും, ഒരു അടിപൊളി ഡിസൈനും, അതേപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് വെച്ചിട്ട് ലോഡ് ചെയ്തിട്ടാണ് പുതിയ ഹോണ്ട അമേസ് വന്നിട്ടുള്ളത്. നമ്മൾ ഡ്രൈവ് റിവ്യൂവും കൂടെ കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രൈവ് റിവ്യൂ നെക്സ്റ്റ് വീക്ക് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ Facebook, Twitter, Instagram പേജ് കൂടെ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.